ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ചായ കുടിച്ചോ എല്ലാവരും? ഞാൻ എന്താ ചായ കുടിച്ച് പകുതി മുക്കാലും തീർന്നു ചായ കേട്ടോ. ഇങ്ങനെ ഇപ്പോഴാണ് ഞാനിങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരുന്ന കുറേ വീഡിയോസാണ് യൂണിവേഴ്സൽ മാനിഫെസ്റ്റിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. വേറൊന്നുമല്ല, ഈ വീഡിയോ ഇടുന്ന ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ ഇതിനെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കാൻ നിങ്ങളൊക്കെ ആരാണ്? അതൊന്നും നമുക്കറിയത്തില്ല. ഇപ്പം ഒരു ഡോക്ടർ ആണെങ്കിൽ മെഡിസിനെ പറ്റിയും രോഗത്തെ പറ്റിയൊക്കെ പറയാൻ പറ്റുന്ന പോലെ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് ഇങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ കിട്ടും, നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്താൽ മതി എന്ന് പറയുന്നു. 7 ദിവസം ചെയ്യേണ്ട ഒരു ടെക്നിക്ക് മറ്റൊരാൾ പറയും. 111 6939 പിന്നെ 11:11 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഒരു മുറിക്കകത്തോട്ട് കയറി നിന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ടെക്നിക്കുകൾ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒരു പേപ്പറോട്ട് എടുത്തു വെച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് 1 ലക്ഷം രൂപ തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ട, അല്ലെങ്കിൽ നമുക്കത് കിട്ടിയെന്ന് സങ്കല്പിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വെച്ചോ. ഈ 24 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പം 1 ലക്ഷം രൂപ പ്രപഞ്ചത്തിൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുതരുമോ? എന്റെ സംശയം ഇതാണ്. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അതുള്ള കാര്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിന് കുറെ കാര്യങ്ങളും ടെക്നിക്സും ഒക്കെ ഉണ്ടെന്നൊക്കെ അറിയാം, ഞാൻ ഇത് മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ ഒരു ട്രെൻഡായിട്ട് കുറെ ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എനിക്ക് ബേസിക്കലി പറയാനുള്ളത്, നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി, അതായത് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ. നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടൊന്നും പ്രപഞ്ചം നമുക്ക് പൈസ ഇട്ട് തരത്തൊന്നുമില്ല. അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരിക്കണം. അതൊരു ദിവസം 1000 രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 500 രൂപ ആയിക്കോട്ടെ, ആ ഒരു ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മൾ ചുമ്മാ റൂമിനകത്തോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചം നമ്മളോട് പൈസ ഇട്ട് തരത്തില്ല. നമുക്കൊരു ജോലി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എടുക്കാനുള്ള, അല്ലെങ്കിൽ പിന്നെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന ലോൺ എടുക്കാം 1 ലക്ഷം രൂപ. ഇപ്പൊ മൈക്രോ ഫിനാൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. അതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ആരും ഇങ്ങനൊരു കാര്യം മനസ്സിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, വെളിയിലിറങ്ങിപ്പോയിരുന്ന് ജോലി ചെയ്യണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ജോലിയില്ല. എനിക്കൊരു മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന വരുമാനമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തരാൻ ഒരാളുണ്ട് എന്നുള്ള ഇതുപോലെ. ഇപ്പൊ മറ്റൊരാൾക്കാണെങ്കിൽ, ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു പുരുഷനായിരിക്കണമെങ്കിൽ ആ ആള് പുരുഷനായി പോയി ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്നോ, അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പോയോ, അല്ലെങ്കിൽ പെങ്ങള് ജോലിക്ക് പോയൊക്കെ കൊണ്ടുവന്നാലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് വരയ്ക്കാതിരിക്കാതെ പ്രപഞ്ചം തരും. അതിലെ 50% നമ്മൾ പ്രവർത്തിക്കണം, 50% പ്രപഞ്ചം പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? അതായത് ഏതൊരു കാര്യത്തിനും നമ്മുടെ ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം നടക്കുള്ളൂ. ഞാനിത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്കിങ്ങനെയുള്ള വീഡിയോസ് കണ്ടപ്പോൾ എനിക്കതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. ഞാൻ അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പ്രപഞ്ചം സത്യമാണ്, പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ പ്രപഞ്ചം ചുമ്മാതെ നമ്മുടെ കയ്യിലോട്ട് മേലും താഴോട്ട് ഇട്ട് തരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.